ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2024 ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണ്. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, എന്നാലും ഇരിക്കട്ടെ. ഇത് CRF കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇവൻ്റാണ്. കോഴിക്കോട് മുക്കത്ത് ഒരു ക്ലബ്ബിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മളോട് എല്ലാവരോടും 2 മണിയാകുമ്പോഴേക്ക് ക്ലബ്ബിലെത്താനാണ് പറഞ്ഞിട്ട്. ബീച്ച് സൈഡിലാണ് ക്ലബ്ബ് നമ്മൾ CRFൻ്റെ. അപ്പോൾ കുറ്റിച്ചിറയിന്ന് ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഇവിടുന്ന് ഒരു മിൻറ്റ് ലൈമും ഫ്രൈഡ് ചിക്കനും കഴിക്കുമ്പോഴേക്ക് തന്നെ സമയം 3 മണിയായി. 1 മണിക്കൂർ കൊണ്ട് തന്നെ മുക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലെല്ലോ. പക്ഷെ ബൈക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകാൻ പറ്റില്ല. ഈ ക്ലബിൻ്റെ പേര് ക്ലബ്ബ് റിവേക്ക എന്നാണ്. അപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഈ ഇടവഴിയിലൂടെ നടന്ന് വേണം അവിടെ എത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇടവഴിയിലൂടെ നടന്ന് ലാസ്റ്റ് എത്തിയത് ഒരു പുഴൻ്റെ സൈഡിലാണ്. നമ്മൾ പുഴൻ്റെ സൈഡിലൂടെ നടന്നിട്ട് ഇവിടെ എത്തിയതിന് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടി. സ്റ്റെപ്പ് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി 2 സൈഡിലും മുള കൊണ്ട് കൈവരിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ക്ലബ്ബിൽ മിക്കപ്പോഴും മീറ്റപ്പും പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ചെറിയ ചെറിയ പാർട്ടിയും ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാരംസ് കളിക്കുന്നവർക്ക് അത് കളിക്കാം, പിന്നെ ഊനാലാടുന്നവർക്ക് ഊനാലാടാം. പിന്നെ തൊട്ടിപ്പുറത്ത് കുറേ ബെഞ്ചുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ചുറ്റും ഇരുന്ന് കഥ പറയാൻ വേണ്ടി. ഇവിടെ ഒരു ട്രീ ഹട്ട് കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി നോക്കണം എന്നല്ല ആദ്യം വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു ഏതായാലും കയാക്കിങ് പോയി വന്നിട്ട് കയറാമെന്ന്. പിന്നെ കയാക്കിങ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേറ്റായി പോയി. അപ്പോൾ ഇതാ നമ്മളെ ടീമിൽ കയാക്കിങ്ങിന് പോകാൻ വേണ്ടി ഇവിടെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ കയാക്കിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കുണ്ടല്ലോ നല്ലോണം ഇരുട്ടി തുടങ്ങിനെ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ലൈറ്റെല്ലാം ഇട്ടിട്ട് ഈ ഒരു സ്ഥലം കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. പിന്നെ നമ്മൾ കുറച്ച് ഗെയിമെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ആരെ കയ്യിലാണോ കിട്ടുന്നത് അവർ അഭിനയിക്കണം. ഒരു ഫിലിമിൻ്റെ ഏതെങ്കിലും ഡയലോഗോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കാൻ. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ അഭിനയിക്കണം. അതാണ് അതിൻ്റെ തീം ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ബോൾ വന്നിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഈ ഒരു ഇവൻറ്റ് കുറച്ചും കൂടി എൻജോയബിൾ ആക്കാൻ വേണ്ടി നമ്മുടെ CRFൻ്റെ വക ഒരു മുട്ടിപ്പാട്ട് സംഘവും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് പിന്നെ ഫുഡിൻ്റെ സമയമായി. ഇന്ന് ഇവിടെ ഫുഡ് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ അച്ചാറാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങ ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ പിന്നെ നമ്മളെ ന്യൂ ഇയറിൻ്റെ പടക്കം പൊട്ടിക്കേണ്ട സമയമായി. ഇതാ ഫായി ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരുപാട് പൂക്കുറ്റിയും പിന്നെ അതുപോലെ തന്നെ മാലപ്പടക്കലും പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ പുഴൻ്റെ സൈഡിലേക്ക് നടക്കും. അങ്ങനെ ഇതാ കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിൽ തുള്ളിക്കളിച്ചുകൊണ്ടാണ് പടക്കെല്ലാം പൊട്ടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ന്യൂ ഇയർ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ളതായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.